ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹായുടെയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെയും ഉത്സവമായിരുന്നു. അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ ഉപായത്താൽ പിടിച്ച് കൊല്ലേണ്ടത് എങ്ങനെയെന്ന് അന്വേഷിച്ചു. ജനത്തിൽ കലഹമുണ്ടാകാതിരിപ്പാൻ ഉത്സവത്തിൽ അരുത് എന്ന് അവർ പറഞ്ഞു. അവൻ ബഥാന്യയിൽ കുഷ്ഠരോഗിയായ ശിമോൻ്റെ വീട്ടിൽ പന്തിയിൽ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛജടാ മാംസ തൈലവുമായി വന്നു. ഭരണി പൊട്ടിച്ച് അവൻ്റെ തലയിൽ ഒഴിച്ചു. അവിടെ ചിലർ തൈലത്തിൻ്റെ ഈ വെറും ചെലവെന്തിന്, ഇത് 300-ലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുപ്പാൻ കഴിയുമായിരുന്നുവല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നിരസപ്പെട്ടു. അവളെ ബത്സിച്ചു. എന്നാൽ യേശു, ഇവളെ വിടുവിൻ, അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്ക ഉണ്ടല്ലോ. ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾ കഴിയും. ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കയില്ല. അവൾ തന്നാലാവത് ചെയ്തു. കല്ലറയിലെ അടക്കത്തിനായി എൻ്റെ ദേഹത്തിന് മുമ്പ് കൂട്ടി തൈലം തേച്ചു. സുവിശേഷം ലോകത്തിൽ ഒക്കെയും പ്രസംഗിക്കുന്നിടത്ത് എല്ലാം അവൾ ചെയ്തത് അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പിന്നെ പന്തിരുവരിൽ ഒരുത്തനായി ഇസ്കരിയോത്താവായ യൂദ അവനെ മഹാപുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് അവരുടെ അടുക്കൽ ചെന്നു. അവർ അത് കേട്ട് സന്തോഷിച്ചു. അവന് പണം കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്തു. അവനും അവനെ എങ്ങനെ കാണിച്ചു കൊടുക്കാം എന്ന് തക്കം അന്വേഷിച്ചു പോന്നു. ഇവിടെ 2 സംഭവങ്ങളാണ് കാണുന്നത്. കർത്താവായ യേശു കർത്താവിൻ്റെ ശരീരത്തിനെ മരണത്തിന് മുമ്പ് അഭിഷേകം ചെയ്യുന്ന, യാഗവസ്തു കഴുകുന്ന ഒരു പ്രക്രിയ ഒരു മറിയത്തിലൂടെ അവിടെ നടക്കുകയാണ്. 300 വെള്ളിക്കാശിന് വിലയുള്ളതാണ് ചെയ്യുന്നത്. അവിടെയും ചിലർ അതിനെ ദുഷിക്കുന്നുണ്ട്. എന്നാൽ കള്ളക്കണക്കുണ്ടാക്കി 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കാൻ കൂടെ നടന്ന ശിഷ്യനും ഉണ്ട്. ഇതാണ് മനുഷ്യജീവിതത്തിൻ്റെ അവസ്ഥ. നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിക്കും. എന്നാൽ ഇതിനെല്ലാം ദൈവത്തിന് ഉദ്ദേശമുണ്ട്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവായ യേശു കർത്താവിൻ്റെ ശരീരത്തെ തൻ്റെ ക്രൂശ് മരണത്തിനും അടക്കത്തിനും മുമ്പായി ചെയ്യേണ്ട യാഗവസ്തുവിനെ കഴുകുന്ന ആ വലിയ ശുശ്രൂഷ ആ മറിയയിലൂടെ ചെയ്യുമ്പോൾ അത് ലോകം സുവിശേഷമുള്ളിടത്തോളം നിലനിൽക്കുന്നത് പോലെ ഒറ്റിക്കൊടുക്കുന്ന യൂദയുടെ കിരാതമായ പ്രവൃത്തിയും ലോകമുള്ളിടത്തോളം കാലം നിൽക്കുന്നല്ലോ. അതുകൊണ്ട് ഈ ലോകത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ ഞങ്ങൾ യേശുവിന് വേണ്ടി ഞങ്ങൾക്കുള്ളത് ചെയ്തുവാൻ ആ മറിയയുടെ സ്വഭാവം ഞങ്ങൾക്ക് തെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അർഹതയില്ലാത്ത ആരെയും ഒറ്റിക്കൊടുക്കുവാൻ, ഒരു തരത്തിലും ആർക്കെതിരായിട്ട് ഒറ്റുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കരുതേ. ഈ വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ചാട്ട്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലെസ് യു.